ഹലോ ഗൈസ്, ഇന്നൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. റാഗി വെച്ചിട്ട് അച്ചപ്പം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റാഗിപ്പൊടി. ഇവിടെ നമ്മൾ 3 കപ്പ് റാഗിപ്പൊടിയാണ് എടുക്കുന്നത്. ഇപ്പം നിങ്ങൾ 1 കപ്പ് റാഗിപ്പൊടിയാണ് എടുക്കുന്നതെങ്കിൽ അതനുസരിച്ചായിരിക്കണം നിങ്ങൾ മറ്റുള്ള മെഷർമെൻറ്റ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഈ റാഗിപ്പൊടിയിലേക്ക് നമ്മൾ 1.5 കപ്പ് പഞ്ചസാരയാണ് ഇനി ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. പഞ്ചസാരയുടെ കൂടെ തന്നെ നമ്മൾ ഒരു നുള്ളു ഉപ്പും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഗൈസ്, സോ സോറി. ഇനി നമുക്ക് ഈ ഐറ്റംസൊക്കെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിനി 3 കോഴിമുട്ടയും കൂടെ വേണമേ. അപ്പോൾ നമ്മൾ ഓരോരോ കോഴിമുട്ടകൾ ഇത് ഇങ്ങനെ പൊട്ടിച്ച് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിലേക്ക്. എന്നിട്ട് നമുക്കിതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാൻ വേണം. അപ്പം ദേ സെക്കൻഡ് വണ്ണും പൊട്ടിച്ചിട്ടു. ഇനി മൂന്നാമത്തെ കോഴിമുട്ട ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഫോർക്ക് വെച്ചിട്ടൊക്കെ മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് ഒക്കെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് എടുക്കാം. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്യാമേ. ഇത് 1-ാം പാലാണ്. നല്ല കട്ടിക്ക് നമുക്ക് ആദ്യം എടുക്കത്തില്ലേ തേങ്ങയെന്ന്, ആ പാലാണിത്. പിന്നെ നിങ്ങൾ ഏത് ബ്രാൻഡിൻ്റെ റാഗിപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത് അതനുസരിച്ച് വേണം നിങ്ങൾ തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാൻ. ചില റാഗിപ്പൊടിയിലൊക്കെ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ മിക്സായിട്ട് കിട്ടും, ചിലതിന് കുറച്ചധികം ഒഴിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് നിർത്തി വേണം നിങ്ങൾ ഒഴിച്ച് ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് എത്താനായിട്ട് കേട്ടോ. അപ്പം നമ്മളിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നാലും ഇതിനകത്ത് ചെറിയ കട്ടകൾ അങ്ങനെയൊക്കെ കിടക്കുന്നുണ്ട്. അപ്പം നമുക്കിത് മാറാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം, അതിലേക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം. പിന്നെ പഞ്ചസാരയൊക്കെ നമ്മൾ ഇട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചുകൂടി ഇത് ലൂസാവാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അഥവാ അതങ്ങനെ ലൂസാവുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ റാഗിപ്പൊടിയൊക്കെ ആഡ് ചെയ്തിട്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മളിത് നല്ലതുപോലെ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാമേ. നമ്മളിത് 2 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് മാവ് കുറച്ചധികം ഉണ്ട്, അതെന്തിനാണെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അങ്ങനെ ഇത് 2-ാമത്തെ സെറ്റും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അച്ചപ്പം ഉണ്ടാക്കാനായിട്ട് പോവാം കേട്ടോ. അങ്ങനെ നല്ലൊരു കൺസിസ്റ്റൻസിയിൽ നമുക്കിവിടെ അച്ചപ്പത്തിൻ്റെ മാവ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഇതിനകത്ത് നമ്മൾ മേജറായിട്ട് ഇനി ഇടാൻ പോകുന്ന ഇൻഗ്രീഡിയൻസ് ആണ് എള്ള്. കറുത്ത എള്ളാണ് കേട്ടോ. നമ്മൾ ഓൾറെഡി അത് കഴുകി വെച്ചിരിക്കുന്നതാണ്. അത് നമുക്ക് ഈ ഒരു മാവിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എള്ളില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ഇട്ടാൽ നല്ലതാണ്. ഇത് നമുക്ക് അച്ചപ്പം ഉണ്ടാക്കാൻ പോവാം. ഒരു അടി കട്ടിയുള്ള നല്ലൊരു പാത്രം വയ്ക്കുക, അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മളിവിടെ വെളിച്ചെണ്ണയാട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അച്ചപ്പത്തിൻ്റെ ആ ഒരു അച്ചില്ലേ അത് അതിലേക്ക് ഇറക്കി വയ്ക്കുക. ഇനി നമുക്ക് ആ അച്ചിനകത്തേക്ക് മാവ് ഫുള്ളായിട്ട് അതിങ്ങനെ മൊത്തത്തിൽ അങ്ങനെ എടുക്കരുത് കേട്ടോ. ഒരു പകുതി പോർഷനെ അത് മാവിങ്ങനെ മുങ്ങി നിൽക്കാവുള്ളൂ. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അച്ച് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ തന്നെ അതിങ്ങനെ വിട്ട് വരുവേ. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇത് തിരിച്ചും മറിച്ചും ഇട്ട് ഇങ്ങനെ വേവിച്ചെടുക്കണം. കരിഞ്ഞൊന്നും പോകരുത് കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് റെഡിയായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ അടുത്ത സെറ്റ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇട്ടില്ലേ ആ അച്ചപ്പം ഇനി വീണ്ടും നമുക്ക് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ അച്ചപ്പം ഇട്ടുടനെ ആ പത പോലുള്ള ആ ഒരു ഭാഗമില്ലേ, പതഞ്ഞ എണ്ണ നിൽക്കുന്ന കണ്ടാൽ നിങ്ങൾ അതൊന്ന് താരുമ്പോഴത്തേക്കും വേണം തിരിച്ചിട്ട് കൊടുക്കാനായിട്ട്. അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് നമ്മളിങ്ങനെ ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് അച്ചപ്പം. അങ്ങനെ നമ്മളുടെ ഒരു സെറ്റ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ ഓൾറെഡി വേറൊരു പാത്രത്തിനകത്ത് ടിഷ്യൂ ഒക്കെ വെച്ചിട്ട് എണ്ണ അധികം ഉണ്ടെങ്കിൽ പോവാനായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇതുപോലെ എടുത്ത് ഷേപ്പൊന്നും അങ്ങനെ പോവാണ്ട് നന്നായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഓരോന്നായിട്ട് എടുത്തിട്ട് നമുക്ക് നമ്മുടെ പാത്രത്തിലോട്ട് വെക്കാം. അങ്ങനെ നമ്മളുടെ ആദ്യത്തെ സെറ്റ് അച്ചപ്പങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അത്യാവശ്യം കുറച്ച് മാവ് എടുത്തിട്ടുണ്ടായിരുന്നു അച്ചപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഫൈനൽ ഔട്ട്ലുക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തേ നോക്കി എത്രത്തോളം അച്ചപ്പം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഉണ്ടാക്കിയപ്പോൾ. ഇപ്പം നിങ്ങൾ 1 കപ്പ് മാവിലാണ് ഇത് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 20-22ഓളം അച്ചപ്പം കിട്ടും കേട്ടോ. പിന്നെ നമ്മളിതിൽ വേറെ പ്രിസർവേറ്റീവ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല. അപ്പം എല്ലാവർക്കും കഴിക്കാവുന്നതാണ്.
അപ്പോൾ ഇനിയും നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ പുതിയ പുതിയ വീഡിയോസ് എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഒപ്പീനിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ അത് ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും. നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. സോ ബൈ.